ഹലോ ഗായ്സ്, ഇൻസ്റ്റാഗ്രാം റീൽസിലും ഷോർട്സിലും എല്ലാം കാണാറുള്ള ഇതുപോലുള്ള 3D സൂം എഫക്റ്റ് വീഡിയോ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് ക്യാപ്കട്ട് എന്നുള്ള എഡിറ്റിംഗ് ആപ്പാണ് ആവശ്യമുള്ളത്. പ്ലേ സ്റ്റോറിൽ നിന്നും ക്യാപ്കട്ട് ഇൻസ്റ്റാൾ ചെയ്തു. ക്യാപ്കട്ട് ആപ്പ് ഓപ്പൺ ആക്കി ന്യൂ പ്രൊജക്റ്റ് എടുത്തു. 3D സൂം ചെയ്യാൻ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു, ആഡ് കൊടുത്തു. ഇതൊരു ഇമേജ് ഫോർമാറ്റാണ്. നമ്മുടെ ഇമേജ് ടൈം ലൈനിൽ വന്നിട്ടുണ്ട്. ഇനി ആ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്തു. ബോട്ടം സൈഡ് മെനുവിൽ നിന്നും സ്റ്റൈൽ എടുത്തു. ഇതൊന്ന് ചെറുതായിട്ട് സ്ക്രോൾ ചെയ്ത് നമുക്കിവിടെ 3D സൂം പ്രോ, 3D സൂം എന്നിങ്ങനെ 2 ഓപ്ഷൻ കിട്ടും. ഈ 2 ഓപ്ഷനും ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഇപ്പോൾ 3D സൂം പ്രോയാണ് ആദ്യം ട്രൈ ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തു. നമ്മുടെ സ്റ്റൈൽ ഫോട്ടോയിലേക്ക് അപ്ലൈ ആവുന്നുണ്ട്. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഇൻ്റർനെറ്റ് ഒന്ന് VPN കണക്ട് ചെയ്താൽ മതി. ഇനി നമുക്കൊന്ന് പ്രിവ്യൂ ഒന്ന് നോക്കാം. ടിക്ക് കൊടുത്ത് ഓക്കെയാണ്. ഇനി ലാസ്റ്റുള്ള ആ എൻഡിങ് ഒന്ന് സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഒരു പ്ലസ് ഐക്കണിൽ പോയി ആ ഇമേജിൽ നിന്ന് വീണ്ടും ഒന്നും കൂടെ ആഡ് ചെയ്തു. ആഡ് കൊടുത്തു. ഇപ്പോൾ രണ്ടാമതായി ആഡ് ചെയ്ത ഇമേജ് സെലക്ട് ചെയ്തു, സ്റ്റൈൽ എടുത്തു. ഇവിടെ നമ്മൾ 3D സൂമാണ് അപ്ലൈ ചെയ്യുന്നത്. മുൻപ് അപ്ലൈ ചെയ്തത് പ്രോയാണ്. 3D സൂം അപ്ലൈ ചെയ്തിട്ടുണ്ട്. 3D സൂം എഫക്ട്സ് ആഡായി. ടിക്ക് കൊടുത്തു. ഇനി സ്ക്രോൾ ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നു. നമുക്ക് ഫുൾ ഒരു പ്രിവ്യൂ ഒന്ന് പ്ലേ ആക്കി നോക്കാം. പ്ലേ കൊടുത്തു. ഫസ്റ്റ് എഫക്റ്റ് ഓക്കെയാണ്, സെക്കൻഡ് എഫക്റ്റ് ഓക്കെയാണ്. വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ആക്കിയിട്ട് തൊട്ടടുത്തുള്ള റെസൊല്യൂഷൻ കാണിക്കുന്ന ഐക്കൺ ഒന്ന് സെലക്ട് ചെയ്തു. റെസൊല്യൂഷൻ ഫുൾ HD, ഫ്രെയിം റേറ്റ് 30 കൊടുത്തു. എക്സ്പോർട്ട് സെലക്ട് ചെയ്തു. വീഡിയോ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക. ഈ ട്യൂട്ടോറിയൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക.